കേരളം ഞെട്ടുന്നൊരു വാർത്ത അടുത്ത 1-2 മാസങ്ങൾക്കുള്ളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അത് മലയാളത്തിലെ പ്രമുഖയായിട്ടുള്ളൊരു നടി ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു എന്നതാവാനാണ് സാധ്യത. അത് വളരെ മുന്നോടിയായിട്ട് തന്നെ വിജി തമ്പി ഇപ്പൊ സൂചിപ്പിക്കുകയും ചെയ്തു. VHP നേതാവ് 100 കോടിയോളം നൽകിക്കൊണ്ട് ഒരു പ്രമുഖ നടിയെ മതം മാറ്റാനായിട്ട് കുറെ നാളുകൾ ഒരുപാട് പേര് പുറകിൽ നടക്കുകയാണ് എന്നുള്ളതാണ്. അവരതിൽ വീഴുകയാണെങ്കിൽ, വശംവദരാവുകയാണെങ്കിൽ, ഒരു നടി മാത്രമല്ല നിരവധിയായിട്ടുള്ള നടിമാർ ഒരുപക്ഷെ മതം മാറാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഇപ്പം മാധവിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. യഥാർത്ഥത്തില് മാധവിക്കുട്ടിയുടെ ഒരു കഥ എന്ന് പറയുന്നത് ഒരു ദുരൂഹതയായിട്ട് ഇപ്പോഴും തുടരുകയാണ്. എന്താണ് അവർക്ക് സംഭവിച്ചത്? ഒപ്പം ഈ നടിയുടെ കാര്യം. അല്ല, മാധവിക്കുട്ടിയുടെ കാര്യം പറയാം. മാധവിക്കുട്ടിയുടെ കാര്യത്തിൽ ദുരൂഹതയൊന്നുമില്ല. മാധവിക്കുട്ടിയുടെ കാര്യത്തിൽ മാധവിക്കുട്ടിയുമായി അടുപ്പമുള്ള വലിയ ഒരുപാട് മാധ്യമ പ്രവർത്തകരൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവർ വളരെ സ്നേഹമയായിട്ടുള്ള വളരെ ലോലമായ ഹൃദയമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു വലിയ പ്രണയം തോന്നുകയും ആ പ്രണയത്തിൻ്റെ ഭാഗമായി ആ പ്രണയത്താൽ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട് അവർ മതം മാറാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ആ മതം മാറാൻ വേണ്ടി തീരുമാനിച്ചത് നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ തന്നെ ഇപ്പോൾ വളരെ പണ്ഡിതനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭ മെമ്പറും ഒക്കെ ആയിരുന്ന അബ്ദുൾ സമദ് സമദാനി, അദ്ദേഹമാണ് ഈ പണി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെയാണ് അദ്ദേഹം മതം മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. അവരും സ്വന്തം ഇഷ്ടത്തോടെ മതം മാറിയതാണ്. കാരണം അങ്ങനെ ഒത്തൊരുമിച്ചുള്ളൊരു ജീവിതവും എപ്പോഴും ഒരു പ്രണയം തോന്നുന്ന അല്ലെങ്കിൽ പ്രണയം വേണം എന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു കമലാദാസ് എന്ന് പറയുന്ന മാധവിക്കുട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത്തരത്തിലുള്ളൊരു പ്രലോഭനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇൻഫ്ലുവൻസിൽ, പ്രലോഭനം എന്ന് പറയുന്നില്ല, ഇൻഫ്ലുവൻസിൽ പെട്ടിട്ട് മതം മാറാൻ തീരുമാനിച്ചതാണ്. പിന്നെ അതിന്റെ പിന്നിൽ ഒരുപാട് ചതികളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചതി തന്നെ ഞാൻ നിങ്ങളോട് പറയാം. ആ ചതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം തുർക്കി കവിതകളും ബാക്കിയുള്ളതൊക്കെ വായിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ നമ്മുടെ അബ്ദുൾ സമദ് സമദാനി. അപ്പൊ ഈ കവിതകളൊക്കെ ഇദ്ദേഹം എന്ത് ചോദിച്ചാൽ രാത്രി ഇരുന്ന് പരിഭാഷപ്പെടുത്തിയിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കും, ഞാൻ എഴുതിയതാണോ. അപ്പൊ ആ എഴുതിയതാണെന്ന് പറഞ്ഞാൽ അയച്ചു കൊടുക്കുമ്പോഴേക്കും അങ്ങേറ്റം കാൽപ്പനികമായിട്ടുള്ള ഒരു പ്രണയത്തിലേക്ക് അവർ തെന്നി വീണു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം മാധവിക്കുട്ടി ഇതൊക്കെ ആണെങ്കിലും ഉറുദു കവിതകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റു വിദേശ ഭാഷകളിലെ കവിതകളോ ഒക്കെ അബ്ദുൾ സമദ് സമദാനി വായിക്കുന്ന പോലെ ഇദ്ദേഹം വായിക്കുന്നില്ല. പക്ഷെ പിന്നീടാണ് കുറെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് മനസ്സിലാകുന്നത് ഇത് കവിതയൊക്കെ എഴുതിയതല്ല, പകരം ഇത് മറ്റു സ്ഥലത്തു നിന്നും ചുരണ്ടി മാറ്റിയിട്ട് അയച്ചു കൊടുത്തതാണ് എന്നുള്ളത് വായിച്ചതാണ്. അപ്പം അങ്ങനെയുള്ള ചില തക്കിട തരികിട നമ്പറുകളൊക്കെ കാണിച്ചാണ് നമ്മുടെ അബ്ദുൾ സമദാനി ഈ സ്നേഹം മേടിച്ചത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് 2 ഭാര്യമാര് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മളിപ്പോ പോകണ്ട, കാരണം അദ്ദേഹത്തിന് എത്ര ഭാര്യ വേണമെങ്കിലും ആവല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന് പ്രശ്നമില്ല, 4-5 ഒക്കെ ആവും. അപ്പൊ അതില് ഇവരെ തന്നെ വീട്ടിൽ കൊണ്ടുപോയിരുന്നു, വീട്ടിൽ ഇവര് താമസിച്ചു. ഇവര് 5 സ്റ്റാർ ഹോട്ടലിൽ ഇവരുമായിട്ട് ഒരു ദിവസം പോയി. എന്നിട്ട് ആ ദിവസം രാത്രിയാണ് പിന്നീട് വിവാഹം കഴിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നത്. പക്ഷെ വിവാഹം കഴിച്ചില്ല. ആ വിവാഹം എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് സമദാനി പറഞ്ഞപ്പോ വല്ലാത്തൊരു അവസ്ഥയിലൂടെ മാധവിക്കുട്ടി കടന്നുപോയി. അല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇവർ പോയിട്ടുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ ഒരു 5 സ്റ്റാർ ഹോട്ടൽ, റിസോർട്ട്, അതിന്റെ കൽപ്പടവുകളിൽ ഇരുന്ന് ഇവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനപ്പുറത്തേക്കുള്ള പല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയിക്കോട്ടെ. കാരണം അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഗൗതത്തിന് ചിരി വരും. മാധവിക്കുട്ടി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇദ്ദേഹത്തിന്റെ നഖത്തിനിടയിലുള്ള അഴുക്കുകളൊക്കെ കണ്ട് എനിക്ക് എന്ത് ചെയ്തിരുന്നു, വെറുപ്പ് തോന്നിയിരുന്നു എന്നുള്ളത് അടക്കമുള്ള ഡയലോഗുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മറ്റൊരു സ്റ്റോറിയാണ്. ഇനിയിപ്പോൾ നമ്മൾ അതൊന്നും എടുത്ത് വെറുതെ വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിന്റെ ബാക്ക് എൻഡിൽ വേറൊരു സ്റ്റോറി കൂടി ഉണ്ട്, അതും പറയാതെ പോകാൻ പറ്റില്ല. ഇത് വളരെ കൃത്യമായി ഇവിടെ ഇസ്ലാം മതം വളർത്തുന്നതിന് വേണ്ടി ചില ആളുകൾ അബ്ദുൾ സമദ് സമദാനിക്ക് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ചെയ്തിട്ട്, ആ ഫണ്ട് ചെയ്തു എന്ന് പറയുന്നതിന് BJP-ക്കാർ ഉയർത്തുന്ന ആരോപണമാണത്. അത്തരത്തിൽ ചില പേരുകളും അതുപോലെ തന്നെ നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ചില കാര്യങ്ങളും അതുപോലെ തന്നെ ഫണ്ട് ചെയ്യുന്ന ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് പേരടക്കം പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ KS രാധാകൃഷ്ണൻ ഒരു തവണ അങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ഇട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലൊക്കെ അതിലൊക്കെ യാഥാർത്ഥ്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം കറക്റ്റാണ് ഗൗതം, അങ്ങനെ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളെ കിട്ടിയാൽ ഒരു മതത്തിന് ഭയങ്കര അഡ്വാൻറ്റേജ് ആണല്ലോ. തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്, ഞാനിവിടെ ബൂസ്റ്റ് കുടിക്കുകയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ, അതുപോലെ തന്നെ ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ ഇവിടെ മെറിഡിയൻ ഹോംസ് എന്ന് പറഞ്ഞൊരു ഹോംസിന്റെ വില്ല മേടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് വലിയ അഡ്വാൻറ്റേജ് ആണ്. മമ്മൂട്ടി വയനാട് വന്ന് താമസിക്കും, അതിന്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് താമസിക്കാന്ന് പറഞ്ഞൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അതുപോലെയുള്ള ഒരു അഡ്വാൻറ്റേജിന് വേണ്ടി ആരെങ്കിലും പണം മുടക്കിയിട്ട് ഉണ്ടാകാം എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഞാനിപ്പോൾ അത് പറയാൻ തയ്യാറല്ല. കാരണം എന്ന് വെച്ചാൽ അതിന്റെ പുറത്ത് തെളിവുകളൊന്നുമില്ല. പിന്നെ BJP-ക്ക് എന്ത് വേണമെങ്കിലും പറയാം, അതുപോലെ അല്ലല്ലോ നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും സത്യം വേണമല്ലോ. BJP-ക്ക് പല ഡയലോഗുകൾക്കും ഇടാം, അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. ഇതാണ് അതിന്റെ വാസ്തവം. ഈ വാസ്തവം ഇത്രത്തോളം ശരിയാണ്.
കാരണം മാധവിക്കുട്ടിയുമായി ഏറ്റവും ഒടുവിൽ സംസാരിച്ചു കൊണ്ടിരുന്ന പല ആളുകളോടും അവർ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിലൊരാളാണ് ആനി ബസന്റ്, ആനി ബിസ്പോർട്ട്. അത് അവരുടെ ജീവചരിത്രം എഴുതാൻ വേണ്ടി വന്നതാണ്. ഞാൻ പറഞ്ഞ അത് കൂടാതെ പോലും മലയാളികളായിട്ടുള്ള പലരോട് പോലും അവർ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നെ തുറന്നു പറഞ്ഞ എല്ലാവർക്കും ഇത് പുറത്ത് പറയാകുകയോ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമാക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ആരും അത് ചെയ്തില്ല. രാജശേഖരൻ നായരൊക്കെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ചില കാര്യങ്ങൾ ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് സംഭവിക്കും, ഇനിയും ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയൊന്നുമില്ല എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ആരാണ് ആ പ്രമുഖ നടി, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പം വിജയ് തമ്പി? അല്ല, വിജയ് തമ്പിയൊക്കെ അത് ഞാനത് മനസ്സിലാക്കുന്നത്, എന്റെ ഒരു മനസ്സിലാക്കൽ അനുസരിച്ചിട്ട് ഏതാണ്ട് 1-2 മാസത്തിനുള്ളിൽ അത്തരത്തിലുള്ള ഒരു വാർത്ത വളരെ കൃത്യമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അല്ല, ഞാനത് ഒരു കാര്യം ഗൗതത്തിനോട് തുറന്നു പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗൗതം പറയുന്ന പോലെ അങ്ങനെ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അതിൽ നമ്മൾ ഞെട്ടാനൊന്നുമില്ലെന്നേ. ഇവിടെ പ്രായപൂർത്തി ഇവരുള്ള ഇനി മറ്റേ മൈനറായിട്ടുള്ള ഒരാളാണ് ചിലപ്പോൾ മതം മാറിയെങ്കിൽ നമുക്കറിയാം. ഇത് മൈനർ അല്ലല്ലോ, ഏതാണ്ട് അതിനേക്കാളൊക്കെ ഒരുപാട് പ്രായമുള്ള ഒരു നടിയാണെങ്കിൽ അവര് മതം മാറി എന്ന് വെച്ചപ്പോ എന്താ നമ്മളെന്തിനാ ഞെട്ടണത്? വേണമെങ്കിൽ നാളെ ഗൗതം എന്ത് ചെയ്യും, ഇസ്ലാം മതം സ്വീകരിക്കൂ, വേറെ ഒരാൾ ഇസ്ലാം മതത്തിലുള്ള ഒരാൾ ക്രിസ്ത്യൻ മതം സ്വീകരിക്കും, എനിക്ക് സ്വീകരിക്കാം. എനിക്ക് ഒരു കുഴപ്പമില്ല. ഒരു 30 കോടി കിട്ടിയ 30 കോടിയൊന്നും വേണ്ട. ഞാനങ്ങനെ 30 കോടി കിട്ടിയിട്ട് എന്നെ വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ അതുകൊണ്ടല്ല, നാളെ എനിക്ക് തോന്നണേണ് അത് നല്ലതാണെന്ന് തോന്നി. തീർച്ചയായിട്ടും തോന്നുകയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കണം. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് തോന്നലും പ്രലോഭനവും രണ്ടാണല്ലോ. അല്ല, അത് ശരിയാണ്. അങ്ങനെ പ്രലോഭനങ്ങളിൽ ഇപ്പൊ മതം മാറ്റൽ വിരുദ്ധ നിയമങ്ങളൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ പെട്ട ആളുകൾ മാറുന്നു എന്ന് പറയുന്നത് തോന്നലുണ്ടാക്കാനാണ്. പക്ഷെ ഗൗതം പറയേണ്ടത് അത്തരത്തിൽ പ്രലോഭനങ്ങളിൽപ്പെട്ട് മാറുന്നു എന്ന് പറയുന്നത് തോന്നലുണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു പൊളിറ്റിക്സിന്റെയും രാഷ്ട്രീയത്തിന്റെയും വോട്ട് ബാങ്കിന്റെയൊക്കെ പൊളിറ്റിക്സിന് വേണ്ടി കൂടിയാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഇത് ആരാ പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. വിജയ് തമ്പിയാണ്. വിജയ് തമ്പി ഇപ്പൊ ആരാണെന്നുള്ളത് അറിയാം. അദ്ദേഹം 2011 വരെ ഡയറക്ടർ ആയിരുന്നു. കുറെ തറപ്പടങ്ങൾ എടുത്ത് അത് നിർത്തി. കാരണം ഏറ്റവും ലാസ്റ്റ് എന്നാണ് ശൃംഗാരവേലനോ എന്തോ പറഞ്ഞൊരു സിനിമയൊക്കെ എടുത്തത് നിർത്തി. അതിനുശേഷം ഇപ്പൊ അദ്ദേഹം വന്നിട്ട് പറയുന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേര് പറയുന്നേ, നിങ്ങൾ പേര് പറ, അല്ലാതെ ഇവിടെ നിന്ന് എങ്ങനെ ചർച്ച ചെയ്യണം നമ്മൾ? ഓക്കെ, അദ്ദേഹം പറഞ്ഞിട്ടുള്ള പേരുകളുടെ സൂചനകൾ എന്താണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ 100 കോടി കൊടുത്തിട്ട് അവര് മാറും എന്നുള്ളതൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ തന്നെ വളരെ പണം കിട്ടുന്ന, പ്രശസ്തി കിട്ടുന്ന ഒരു പ്രൊഫഷനിലാണ് അവരുള്ളത്. വളരെ സന്തോഷമാണ്, അവരൊറ്റക്കാണ്. അപ്പൊ അതുകൊണ്ട് വളരെ സന്തോഷത്തിലാണ് അവർ ജീവിച്ചു പോകുന്നത് തൽക്കാലം. ഇനി അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ ഒരു 100 കോടി കിട്ടിയിട്ട് പ്രത്യേകിച്ച് എന്താ ചെയ്യാനുള്ളത് എന്നൊന്നും എനിക്കറിയില്ല. ഇപ്പൊ ഗൗതം പറയുന്ന പോലെ ഓക്കെ, ചിലപ്പോൾ ഒരു സാധാരണ ആളാണ്, ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരാളാണ്, ചിലപ്പോൾ 100 കോടി കിട്ടിയാൽ വ്യത്യാസം ഉണ്ടാവും എന്ന് പറയാം. കമലാദാസ് മാധവിക്കുട്ടിയുടെ കേസിൽ അതല്ല സംഭവിച്ചത്. വളരെ കൃത്യമായി ഒരു പ്രണയം നടിച്ച് അവരെ മതം മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ പ്രണയമുണ്ട് എന്നവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് മതം മാറാനാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ ഫ്രീ വില്ലിൽ തന്നെയാണ് മാറിയത്. മാറ്റത്തിന് മാറിയില്ല എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇപ്പൊ അതിന്റെ ഉള്ളിലേക്കുള്ള നിരവധി കാരണങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞിപ്പോ നമ്മൾ ഈ സമൂഹത്തെ ഭിന്നിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ എന്ന് പറഞ്ഞ് ഗൗതം പറഞ്ഞ പോലെ ഇനി ഒരു നടിയും അങ്ങനെ മാറില്ലാന്നോ, ആളുകള് പ്രശസ്തരായിട്ടുള്ള ആളുകൾ മാറില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഏത് സമയത്ത് സംഭവിക്കാം. പിന്നെ അതിൽ നമ്മൾ ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ. ആര് വേണമെങ്കിലും മാറിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കാനായിട്ട് കേരളം. പിന്നെ ആകെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ താങ്കൾ പറഞ്ഞ പോലെ ഇതിലൊരു അധാർമികത ഉള്ളത് 100 കോടിയോ 50 കോടിയോ 30 കോടിയോ 25 കോടിയോ ഒക്കെ കൊടുത്ത് ഒരാളെ മാറ്റുക എന്ന് പറയുന്നതിൽ ഒരു അധാർമികതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അധാർമികതയൊക്കെ ഈ നാട്ടിൽ നടക്കട്ടെ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ 100 കോടി രൂപ മറ്റേ ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഈ പരിപാടി നടത്താൻ പറ്റില്ല. അപ്പൊ അതല്ലെങ്കിൽ ഗവൺമെന്റ് അതിന്റെ പുറത്ത് അന്വേഷിക്കേണ്ടതാണ്, നടപടി എടുക്കേണ്ടതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് 101% അത് ഇല്ലീഗലായിട്ടുള്ള മണി ട്രാൻസാക്ഷൻ ആയിരിക്കും. പിന്നെ അതിന്റെ പുറത്ത് മിക്കവാറും അത് കേരളത്തിലോ ഇന്ത്യയിലോ ആയിരിക്കില്ല, വിദേശത്ത് എവിടെയെങ്കിലും ആയിരിക്കും അത്തരത്തിൽ ട്രാൻസാക്ഷൻ ഉണ്ടാവുക. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ട് സൂചനകളുള്ള നടിയെ സംബന്ധിച്ച് അവർക്ക് ഇനിയെങ്കിലും മനസ്സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് അവർ. എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല, പക്ഷെ എങ്കിൽ പോലും അവരങ്ങനെ ഇതിന്റെ ആക്രാന്തത്തിൽ പെട്ട് വീഴുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അല്ല, സൂചനകളാണ് യഥാർത്ഥത്തിൽ. ആ സൂചനകൾ പല ആളുകളുടെ പേരിലേക്ക് എത്തുന്നുണ്ട്. നമുക്കൊന്നിനും കൃത്യമായിട്ടുള്ള ഉത്തരവില്ല. എങ്കിലും അതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ്. അല്ല, കൃത്യമായിട്ട് നമുക്കറിയില്ല. ആ സൂചനകൾ പറയുന്നത് ഗീതു മോഹൻദാസിന്റെ പേര് അതിൽ വരുന്നുണ്ട്, നവ്യ നായരുടെ പേര് വരുന്നുണ്ട്, മഞ്ജു വാര്യരുടെ പേര് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പല പേരുകളാണ്. അല്ല, ഇതിൽ താങ്കൾ പറഞ്ഞ ബാക്കിയുള്ളവരുടെ കാര്യത്തിലൊന്നും എനിക്കറിയില്ല. പക്ഷെ മഞ്ജു വാര്യരുടെ കാര്യത്തിലൊന്നും അതിന്റെ ഒരു ആവശ്യമില്ല. അവരങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന്. പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ചൊന്നും നമ്മളിപ്പോൾ പറയാനാണല്ലോ. കാരണം അവരെ കുറിച്ചൊന്നും നമുക്ക് യാതൊരു ധാരണയില്ല. കാരണം നവ്യ നായരോ ഗീതു മോഹൻദാസോ ഒക്കെ എത്തരത്തിലുള്ള ആളുകളാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ഒരു കാര്യം കൂടി ഉള്ളത്, ഇനി ഗൗതത്തിനടുത്തൊരു കാര്യമാണ്, ഇത് ഫേക്ക് ന്യൂസ് ആണെങ്കിൽ എന്ത് ചെയ്യും?
ഈ ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് പറയുന്നത് ആരാണെന്നുള്ള കൂടി പ്രധാനപ്പെട്ട ഒരാളാണ്. വിജി തമ്പിയെ പോലുള്ള ആളാണ് ഇത് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ 1 കൊല്ലമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞതുകൊണ്ട് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താ? ആ പ്രശ്നമാണ് വിജി തമ്പിയുടെ ഒരു വലിയ നേട്ടമെന്നാണ് ഞാൻ പറഞ്ഞത്. ആ പ്രശ്നം എന്താ വെച്ചാൽ അത് ശരി. അപ്പൊ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നമ്മൾ എന്തുകൊണ്ട് ഇന്നിപ്പോ ഇത് ചർച്ച ചെയ്തത്? എന്തുകൊണ്ടാണ് മാധവിക്കുട്ടി വീണ്ടും ചർച്ചയായത്? മാധവിക്കുട്ടി വീണ്ടും ചർച്ചയാവുകയും ഇതുപോലെയുള്ള ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം, പണം കൊടുത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘം ഇവിടെ വന്നു എന്ന് പറയുന്ന മരത്തെ ലവ് ജിഹാദിനെ പോലെയുള്ള ഒരു നരേറ്റീവിടെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു സംഘം ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സംഘം ഉണ്ടെങ്കിൽ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു അധാർമികതയാണ്, അവരെ എക്സ്പോസ് ചെയ്യുന്നില്ലേ വേണ്ടത്? അല്ല, അങ്ങനെ ഒരു സംഘം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഈ പുള്ളി എന്താ തുറന്നു പറയാത്തത്? പുള്ളിക്ക് എന്തെങ്കിലും കാര്യം അറിയാലോ. ഒരു നടി എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലെങ്കിൽ പുള്ളിക്കാരുടെ പേരറിയാലോ. പുള്ളി എന്തിനാണ് ഈ പറയുന്ന പോലെ സമൂഹത്തിലേക്ക് ഭയവിഹ്വലതകൾ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രം, പ്രത്യേകിച്ച് അദ്ദേഹം BHPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പണിയെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ പണി എന്താണെന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് ഇവിടെയുള്ള ഒരു പ്രോ സംഘപരിവാർ രാഷ്ട്രീയം വളർത്തുന്നതിന്റെ ഭാഗമായി ഇവരെ കുറച്ചുകൂടി എലിനേറ്റ് ചെയ്യുന്നതിന്റെ, ഈ പറഞ്ഞ പോലെ അവരെ കുറച്ചുകൂടി ഒറ്റപ്പെടുത്തുന്നതിന്റെ, ഒരു സമുദായത്തെ ഒറ്റപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ദൈവമേ അവരിൽ നിന്നും നമ്മുടെ ആളുകളെ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നൊരു നരേറ്റീവ് ബിൽഡിങ്ങിന്റെ ഭാഗമാണ്. അല്ലാതെ ഈ പുള്ളി പറഞ്ഞിട്ട് കുറെ നാളായി. ഇനി കുറെ നാളായി കഴിഞ്ഞിട്ട് ഇനി 2 മാസം കഴിയുമ്പോൾ ഇത് നടക്കും. ഇനി 2 മാസം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ എത്രാം തീയതി? 11-ാം തീയതി. ഈ ജൂൺ 11-ാം തീയതി കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോൾ നമുക്ക് ഇരിക്കാം. ഒന്നും സംഭവിക്കാനില്ല. ഇതിൽ ആകെ സംഭവിക്കാൻ പോകുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ഇത് ഇപ്പോഴുള്ള നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടി ഭയം വളർത്താനും മതപരമായിട്ടുള്ള ഒരു വിഭജനത്തിനും സഹായിക്കും. സാറേ, ഇവിടെ ഒരാൾക്ക് ഏതെങ്കിലും ഒരു ആശയത്തിനോട് താല്പര്യമുണ്ടെങ്കിൽ, ഇത് ജനാധിപത്യ രാജ്യമാണ്, ആ മതം സ്വീകരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അല്ല, അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടെ കോടികൾ മുടക്കി അങ്ങനെ ഒരു അധാർമിക പ്രവൃത്തിയിലൂടെ, ഇപ്പൊ താങ്കൾ തന്നെ മാധവിക്കുട്ടിയുടെ കാര്യം സൂചിപ്പിച്ചു. അത് താങ്കൾ തന്നെ പറഞ്ഞത് എന്താണ്? അവിടെ ഒരു വഞ്ചനയുണ്ട് എന്നുള്ളതാണ്. അല്ല, തീർച്ചയായിട്ടും അതിൽ ചെറിയ പറ്റിക്കലുണ്ട്. വഞ്ചനയെ നമ്മൾ വിളിക്കേണ്ട, അത്രയും വലിയ വാക്ക് ഉപയോഗിക്കാവുന്ന പറ്റിക്കലൊക്കെ ഉണ്ട്. അത് സംശയമൊന്നുമില്ല. ലവ് ജിഹാദ് എന്നൊന്ന് നിലവിലുണ്ടെന്നും കോടിക്കണക്കിന് രൂപ ഇതിനായി ഒഴുകുന്നുണ്ടെന്നുമാണ് വിജി തമ്പി പറയുന്നത്. 2047 ഭാരതത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്ന് പറയുന്നവർ ഇവിടെയുണ്ട്. ഇതിലേക്ക് ആളുകളെ ആകർഷിക്കാനാണ് ഇത്തരം ഐക്കണുകളെ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഐക്കണുകളെ സൃഷ്ടിക്കുന്നത്. ഹിന്ദുക്കൾ പലപ്പോഴും തങ്ങളുടെ മതത്തിൽ അഭിമാനം കൊള്ളാത്തത് കൊണ്ട് ലവ് ജിഹാദ് പോലെയുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത് വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യുന്നേ, പുള്ളി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവല്ലേ, പുള്ളി സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ലേ, പുള്ളിക്ക് നാളെ നമ്മളൊക്കെ കൂടി പിരിവിട്ട് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കുക. പുള്ളി ഇന്ന് മോദിനൊക്കെ ഉണ്ടെന്ന് പറയട്ടെ. ഭരിക്കുന്നത് മറ്റേ വേറെ ആരെങ്കിലും ആടാ? ഇവിടെ ഇന്ത്യ ഭരിക്കുന്നത് അസിം മുനീർ അല്ലല്ലോ. ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന അമിത്ഷായാണ്. അപ്പൊ അദ്ദേഹത്തിന് കഴിവില്ല എന്ന് കൂടി പറയണം ഇതൊക്കെ കണ്ടുപിടിക്കാൻ. അല്ലാതെ ഇന്ത്യൻ പാർലമെന്റിൽ ചോദിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവമില്ലെന്നും, പിന്നെ നിങ്ങളുടെയൊക്കെ ഉദ്ദേശത്തിനും നിങ്ങളുടെ പ്രൊപ്പഗേഷൻ നരേറ്റീവ്സിനും വേണ്ടി നിങ്ങൾ ഇതുപോലെയുള്ള തോന്നിയാസവും പറയരുതെന്ന് പുള്ളിനോട് പറയണം. മനസ്സിലായോ? ഇതുപോലെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവായിരുന്നു പ്രവീൺ തൊഗാഡിയ. അദ്ദേഹം ഇതിനേക്കാൾ വലിയ തീതുപ്പുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന. ഇപ്പൊ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു വിഭാഗീയതയും വർഗീയമായിട്ടുള്ള വിഭജനവുമുണ്ട്. അതിനെ ആക്സലറേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ പുള്ളിയുടെ ഉദ്ദേശം. അതിനാണ് പുള്ളി കൊടിയും വെച്ച കാറിൽ തേരാപ്പാര നടക്കുന്നത്. അല്ലാതെ വേറൊരു ഉദ്ദേശവും ഇല്ല. അതുകൊണ്ട് ഇവിടെ ജനത്തിന് ഇതിന് ഈ പ്രൊപ്പഗാണ്ട മുഴുവനുള്ളത് നേരത്തെ ഇപ്പൊ കാര്യം പുറത്തു വന്നു. പുള്ളി പറയണ ലവ് ജിഹാദ് ഉണ്ട്, അതുപോലെ പണം കൊടുത്ത് ഇങ്ങനെ മാറ്റാൻ പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഹിന്ദു സമുദായത്തിലെ നിരവധി ആളുകൾക്ക് ഒരു ഭയപ്പാടുണ്ടാവും. ആ ഭയപ്പാട് കൂട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതെന്തൊരു മര്യാദകേടാണ്, വൃത്തികേടാണെന്നുള്ള ചോദ്യം ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ മാധവിക്കുട്ടിയുടെ കാര്യം വേണ്ടി ചർച്ച ചെയ്യാം. അല്ല, ലവ് ജിഹാദിന്റെ കാര്യം അത് ഡിബേറ്റബിൾ വിഷയമാണ്, കുറെ അധികം വിഷയങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രിയങ്കരിയായിട്ടുള്ള ഒരു എഴുത്തുകാരി മാധവിക്കുട്ടി എന്തുകൊണ്ട് വിവാഹം ചെയ്തില്ല? മാധവിക്കുട്ടി വിവാഹം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ചെയ്യാത്തതിന് മാധവിക്കുട്ടിക്ക് വല്ല പരാതി ഉണ്ടായിരുന്നു? മാധവിക്കുട്ടി എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? പലരോടും പറഞ്ഞു എന്നല്ലേ പറഞ്ഞു. അല്ല, മാധവിക്കുട്ടി വിവാഹം ചെയ്തില്ല എന്നുള്ളതിന് പരാതി പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ല. അവര് മതം മാറിയതിന്റെ പിന്നിൽ ഇങ്ങനൊരു കാര്യമുണ്ട്, ഒരാളോട് തോന്നിയ പ്രണയവും സ്നേഹവും കൂടിയാണ് എന്ന് പറഞ്ഞു. അതിനെന്താ തെറ്റുള്ളത്? 60-67 വയസ്സുള്ള മാധവിക്കുട്ടിക്ക് ഇനി മതം മാറണമെങ്കിൽ വേറെ ആരുടെങ്കിലും അനുമതി വേണോ? എന്നെ പൊന്നു തോന്നുന്നത് 18 വയസ്സ് 19 വയസ്സ് കഴിഞ്ഞാൽ തന്നെ മതം മാറാം. അതിനെന്തിനാണ് നമ്മൾ ഇത്ര വിഹുലതകളുടെ ആവശ്യമൊന്നുമില്ല. ആ കാര്യം ഇനി ഇവിടെയുള്ള ഏതെങ്കിലും നടി മതം മാറിയാലും പ്രശ്നമില്ല. ഞാൻ പറയുന്നത് ഈ പുള്ളി ആദ്യം തന്നെ പിടിച്ചിട്ട് 100 കോടി രൂപ ഈ വിജയ് തമ്മിൽ ആദ്യം തന്നെ നാളെ പിടിച്ചിട്ട് ചോദ്യം ചെയ്യണം ഒരു 2.5 മണിക്കൂർ. എന്താ വെച്ചാൽ ആരാണ് ഈ 100 കോടി രൂപ കൊടുക്കുന്നത്? ഇൻഫർമേഷൻ കൊടുത്ത് തരാൻ പറയണം. ഇതൊക്കെ യഥാർത്ഥത്തില്
ഒരു വലിയ ഗ്രാൻഡ് നരേറ്റീവും ഇവിടെ BJP പ്രോ സംഘപരിവാറിനെ വളർത്താനും വേണ്ടിയിട്ടുള്ള ഒരു നരേറ്റീവിന്റെ ഭാഗമായി പുള്ളിയോട് പറഞ്ഞു കൊടുത്ത വാചകം പുള്ളി വെറുതെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് നേരെ നമ്മുടെ യൂട്യൂബിലെ കുറെ ചേട്ടന്മാരും അണ്ണന്മാരും ഒക്കെ ഇരുന്ന് ഇതുപോലെ തന്നെ പ്രോ സംഘപരിവാർ അജണ്ടകൾ ഉത്പാദിപ്പിക്കുന്ന ആളുകൾ ഇരുന്ന് ഭയങ്കര വലിയ വായിൽ തള്ളാനും വേണ്ടി മാത്രം ഉത്പാദിപ്പിക്കുന്നതാണ്. ഇത് പറഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? ഇത് ഏറ്റവും ആദ്യം സ്റ്റേറ്റ്മെന്റ് വന്ന എപ്പോഴാണെന്ന് ഓർമ്മയുണ്ട? ഏതാണ്ട് 6 മാസം 1 കൊല്ലം ഈ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് അത് ആരും മാറിയില്ലല്ലോ. അപ്പൊ ഇതൊക്കെ വെറും അസംബന്ധങ്ങളാണ്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എന്താണെന്നറിയാമോ, ഒരു നടി എന്ന് പറയാം. അപ്പൊ ഒരു നടിക്ക് കൊണ്ടേ കേസ് കൊടുക്കാൻ പറ്റില്ല. പുള്ളിയോട് ധൈര്യം ഉണ്ടെങ്കിൽ പുള്ളിയോട് പേര് പറയാൻ പറ. അപ്പൊ പുള്ളി പിറ്റേ ദിവസം രാവിലെ കേസ് വരും. അപ്പൊ പുള്ളിക്ക് പ്രശ്നമാവും. കാരണം ഈ പ്രായമുള്ള സമയത്ത് പുള്ളി പോയി അകത്ത് കിടക്കേണ്ടി വരും. അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് പുള്ളിയുടെ ഡയലോഗ് കൂടുന്നത്. ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് ഇവിടുത്തെ വിഭാഗീയ വർഗീയമായിട്ടുള്ള വിഭജനം ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ടും വിഭജനം ഉണ്ടാവില്ല. ഇപ്പൊ 100 കോടി രൂപ കൊടുത്തിട്ട് നമ്മുടെ ഒന്ന് അവരൊരു അടിസ്ഥാനം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മതം നിങ്ങളുടെ മതം എന്നുള്ളൊരു അടിസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ആരുണ്ടാക്കിയത്? ഈ രാഷ്ട്രീയക്കാർ തന്നെ, പ്രത്യേകിച്ചും BJP സംഘപരിവാരം തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മനസ്സിലേക്ക് ഇനി അടുത്തത് ഇടാൻ പോകുന്ന ഒരു കാര്യമാണ് ലവ് ജിഹാദ്. ആ ലവ് ജിഹാദ് ഒന്ന് പൊട്ടിപ്പൊളിഞ്ഞു, അതത്ര ക്ലച്ച് പിടിച്ചില്ലെന്ന് തോന്നിയതുകൊണ്ട് ഇനി അടുത്തത് ഇട്ട് നോക്കാണ്. ഇത് ഒരു നടി മതം മാറാൻ പോകും. ഒരു നടി എന്ന് പറഞ്ഞാൽ ആ നടിയോട് ഈ കേരളത്തിലെ ആളുകൾക്ക് വലിയ സ്നേഹവും വിശ്വാസമൊക്കെ ഉണ്ട്. സാറേ, നിങ്ങളുടെ മതം ഞങ്ങളുടെ മതം എന്ന് പറയുന്ന വിഭജനം ആരുണ്ടാക്കിയെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അതിന് മറുപടി പറഞ്ഞു. ഫാത്തിമ തെഹലിയ എന്ന് പറയുന്ന ഒരു MLA ഒരു പൊതുചടങ്ങിൽ അവരൊരു കാര്യം ചെയ്യുന്നതിന് വിലക്കതാര. അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ വിഭജനം ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ മതം എന്റെ മതം എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ ഫാത്തിമ തെഹലിയക്ക് പ്രശ്നമില്ല. ഫാത്തിമ തെഹലിയക്ക് പ്രശ്നമില്ലെങ്കിൽ ഫാത്തിമ തെഹലിയക്ക് പ്രശ്നം ഉണ്ടാകണ്ട. ഇവിടെ ആരാ അത് വിഷയമാക്കുന്നത്? ഇവിടെ ആരാ വിഷയമാക്കുന്നത്? നിങ്ങൾക്ക് തലക്ക് ഭ്രാന്തായതുകൊണ്ട് നിങ്ങൾ ഈ വിഷം നിന്ന് ജീവിക്കുന്നതുകൊണ്ടും അത് ആളുകൾക്ക് കൊടുത്തും ജീവിച്ചുകൊണ്ടാണ് ഈ പ്രശ്നമുള്ളത്. ഞാൻ അത് ഞാൻ സ്റ്റേറ്റ്മെന്റ് ഒന്നും വായിക്കേണ്ടത് ഇതൊക്കെ എനിക്കറിയാം. ഞാൻ വായിക്കുന്ന ഒരാളാണ് ചെറുതായിട്ട്. ഗൗതത്തിന് അത്ര വായിക്കാറില്ല, കാരണം ഞാൻ വിഷം അത്ര തിന്നാറില്ല. പക്ഷെ ഞാൻ ചെറുതായിട്ട് വായിക്കുന്ന ഒരാളാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളൂ. സത്യസന്ധമായ അഭിപ്രായങ്ങളെ വിഷം തുപ്പുന്നതാണെന്ന് പറഞ്ഞു. ഇസ്ലാമിക ആചാരങ്ങൾ വർജിക്കണം, ഇസ്ലാം വിരുദ്ധ വിശ്വാസങ്ങൾ സമുദായത്തിന് പുറത്തേക്കുള്ള വഴി, നിലവിളക്ക് വിവാദത്തിൽ MLA തിരുത്തി സമസ്ത. ആരാണ് വിഭജനം ഉണ്ടാക്കുന്നത്? അത് പറഞ്ഞെന്ന് വെച്ചാൽ എന്താ കുഴപ്പമുള്ളത്? അല്ല, അത് നിങ്ങളുടെ മതം എന്റെ മതം എന്ന് പറയുന്നത് അതന്നെ. അവരുടെ നാളെ ഇവിടെ ഞാനൊരു കാര്യം തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നു താങ്കൾക്ക്. ഇനി ഇത് ഓക്കെ അല്ല, ഈ ചോദ്യം അവിടെ നിൽക്കട്ടെ. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കണമെന്ന് മറുപടിയാണ്. ദേശീയ ഗാനം പാടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കേരളത്തിലെ ആ 3 കുട്ടികൾ സുപ്രീം കോടതി കേസിന് പോയല്ല. എന്ത് യഹോവ വിറ്റ്നസ് എന്ന് പറയുന്ന സാക്ഷികളായിട്ടുള്ള ആളുകളാണ് അവർ. എന്താ നമുക്കൊരു പ്രശ്നം ഉണ്ടാകാത്തത്? അവർ പറഞ്ഞ മതത്തിന്റെ ആചാരപ്രകാരം അവർക്ക് ദേശീയ ഗാനം പാടാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി അനുവദിക്കുകയും ചെയ്ത്. എന്നാ നിങ്ങൾ സുപ്രീം കോടതിയിൽ ചീത്ത പറയാത്തത്? വിവരം അറിയും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങളുടെ ഉന്നം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവിടെയുള്ള 27%, 25-80% വരുന്ന മുസ്ലിം സമുദായമാണ്. അല്ലെങ്കിൽ മറ്റൊന്നും വിഷയക്കാത്തത് ഇതുപോലെ തന്നെയല്ലേ? അവർ നിങ്ങൾ ആലോചിച്ച് നോക്കി. മുസ്ലിം സമുദായം, മുസ്ലിങ്ങളൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. അത് പറയുകയും ചെയ്യും. പക്ഷേ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രശ്നങ്ങൾ എന്താണ്? അല്ല, ചില പ്രശ്നങ്ങൾ അത് വിഷം തുപ്പലാണ്. ഇപ്പൊ മാധവിക്കുട്ടിയുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ താങ്കൾ തന്നെ തുടക്കത്തിൽ പറഞ്ഞത് എന്താണ്? അവിടെ ഒരു വഞ്ചനയുടെ അവരുടെ ഇഷ്ടപ്രകാരമൊക്കെ പ്രണയമാണ്, ഒരാളെ സ്നേഹിച്ചതുകൊണ്ടാണ് മാറിയതെങ്കിലും അവിടെ ഒരു വഞ്ചനയുടെ എലിമെന്റ് ഉണ്ടെന്ന് താങ്കൾ തന്നെ. ഒരു മിനിറ്റ് ഓക്കെ, ആയിക്കോട്ടെ, ശരി, അത് എലിമെന്റ് ഉണ്ട്, ശരിയാണ്. ഇനി നേരെ തിരിച്ച് ഈ മലയാളി നമ്മളെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ക്രിസ്ത്യൻ പെൺകുട്ടികളെ വിളിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം മതം മാറ്റുന്നില്ലേ? ഷോൺ ജോർജ് എന്ത് ചെയ്തല്ലോ? മതം മാറ്റിയല്ലോ. എന്താ പറയാത്തത്? ശരി, ഒരു മിനിറ്റ്. അങ്ങനെ പലരും മതം മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് അറിയാവും. അങ്ങനെ ചിലർ മതം മാറ്റുന്നുണ്ട്. ആ മതം മാറ്റുന്നതിൽ ചിലപ്പോൾ ഇതുപോലെയുള്ള പറ്റിക്കലുകൾ, പ്രണയം നടിച്ചുള്ള പല പറ്റിക്കലുകളോ തട്ടിപ്പൊക്കെ ഉണ്ടായി കാണും. ഇത് നമുക്ക് അറിയാവുന്നതായതുകൊണ്ട്, വളരെ പ്രശസ്തമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ചർച്ച ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ അതിൽ അവർ ആരോടും പറഞ്ഞിട്ടില്ല അവർ നിർബന്ധിച്ചാണ് മതം മാറ്റിയെന്ന്. നമുക്കൊരു വ്യക്തിയോട് വലിയ ഇഷ്ടം തോന്നുന്നു, സ്നേഹം തോന്നുന്നു, നമുക്ക് പ്രണയം തോന്നുന്നു. അപ്പൊ അതുവഴി അയാളുടെ മതത്തിനോടും മതത്തിന്റെ ചര്യകളോടും തോന്നുന്നു. തീർച്ചയായും പറഞ്ഞ പോലെ വിജി തമ്പി പ്രകടിപ്പിക്കുന്നത് ഒരു ഭയമാണ്, ഒരു ആശങ്കയാണ്. ഇവിടെ മതം തീർച്ചയായും ഭയം വിറ്റ് രാഷ്ട്രീയത്തിലേക്ക് ആളെ കൂട്ടാനുള്ള ഉദായിപ്പാണിത്. പക്ഷെ ഇവിടെ ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളത്, താങ്കൾക്കും അത് തന്നെയായിരിക്കും പറയാനുണ്ടാവുക. താങ്കൾ നേരത്തെ അത് സൂചിപ്പിക്കുകയും ചെയ്തു, അധാർമിക പ്രവർത്തനം. വിജി തമ്പി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയും കോടി മുടക്കി ഐക്കണുകളെ സൃഷ്ടിക്കാനായിട്ട്
ഇപ്പൊ മമ്മൂട്ടി ഒരു റിസൾട്ടിന്റെ എന്താണ് പുള്ളി ഒരു കാര്യം കൂടി പറയാം. അല്ല പറഞ്ഞു വരുന്നില്ല. പുള്ളി ഇത് പറഞ്ഞല്ലോ. പുള്ളി ആദ്യം ചെയ്യേണ്ട ഒരു പണി എന്താണെന്നറിയാം? പുള്ളി ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. പുള്ളിക്ക് എഴുതാൻ അറിയാമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പുള്ളി എന്നെ ആരെങ്കിലും വിളിച്ചാൽ മതി, നമ്മളെന്ന് എഴുതി കൊടുക്കാം. എഴുതി കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഒരു വൈറ്റ് പേപ്പറിൽ ഇത് ലെറ്ററായിട്ട് എഴുതി കൊടുക്കും. ഒന്ന്. രണ്ടാമത് പുള്ളിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് മുഴുവൻ പുള്ളി കൊടുക്കുക. കാരണം പുള്ളി പറഞ്ഞേക്കുന്ന എമൗണ്ട് 19,999 രൂപയല്ല, 19,999 രൂപയുടെ കയ്യിൽ കൊണ്ട് കൊടുത്താൽ മതി, പ്രശ്നമില്ല, പിടിക്കാൻ പറ്റില്ല പെട്ടത്. ഇത് 100 കോടി രൂപയുടെ കാര്യമാണ്. അപ്പൊ 100 കോടി രൂപ ആരാണ് അങ്ങനെ ഓഫർ ചെയ്തത്, ഏത് നടിക്കാണ് ഓഫർ ചെയ്തത് എന്നുള്ളത് പുള്ളി പറയണം. അത് പറയാതെ ഈ നാട്ടിലെ ആളുകൾ തമ്മിലുള്ള ഈ പറഞ്ഞ പോലെ വിരോധം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് പുള്ളി. തീർച്ചയായിട്ടും വിജി തമ്പി പ്രകടിപ്പിക്കുന്നത്, വളർത്തുന്നത് ഒരു ഭയം തന്നെയാണ്. അദ്ദേഹം കൃത്യമായിട്ട് ഏതാണ് ആ നടി എന്ന് വളരെ വ്യക്തമായിട്ട് അടുത്ത ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് പറയണമെന്ന് അഭിപ്രായം. ഒന്നും അത് പറയണമെന്നല്ല എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം 100 കോടി രൂപ ചെറിയ എമൗണ്ട് അല്ല. 100 കോടിക്ക് എന്ന് പറഞ്ഞാൽ 100 ഇട്ടിട്ട് പിന്നെ 7 പൂജ്യവും കൂടി ഇടണമെന്ന് കേരളത്തിലെ ജനം മനസ്സിലാക്കണം. മനസ്സിലായേ? 1 കോടി എന്ന് പറഞ്ഞാൽ 100 ലക്ഷം രൂപയാണ്. അപ്പൊ എത്ര ലക്ഷം രൂപ എന്ന് ആലോചിച്ചാൽ മതി. ഞാൻ ആ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാമെന്നുള്ള ഇല്ലീഗൽ ട്രാൻസാക്ഷന്റെ വിവരം ഇദ്ദേഹം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ഇപ്പൊ തന്നെ ഫ്ലൈറ്റ് എടുത്ത് അമിത്ഷായെ കണ്ട് പറയാം. നമ്മളെ മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളെ ചർച്ച ചെയ്യാറുള്ളതാണ്. അന്തി ചർച്ചയ്ക്ക് പോലും എടുക്കാറുണ്ട് പല ആരോപണങ്ങളും. ഇവിടെ ഒറ്റൊരു വിഷയം മാത്രമേ ഉള്ളൂ. മതം ആർക്കും അവരുടെ ഇഷ്ടപ്രകാരം മാറാം, സ്വീകരിക്കാം. പക്ഷെ ഇവിടെ പ്രലോഭനത്തിന്റെ, ഇത്തരത്തിലുള്ള അധാർമികത്തിന്റെ എന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ 100 കോടി പോലെ, അല്ലെങ്കിൽ 100 കോടി വേണ്ട, 30 10 കോടി ആയിക്കോട്ടെ, 5 കോടി ആയിക്കോട്ടെ, ഇത്തരത്തിൽ പണം നൽകി മതം മാറ്റുന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പോസ് ചെയ്യണോ വേണ്ടേ? മതം മാറ്റുന്നുണ്ടെങ്കിൽ എക്സ്പോസ് ചെയ്യണം. പക്ഷെ അങ്ങനെ മാറ്റുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നത് തെറ്റല്ലേ? നാളെ ഗൗതത്തിനെ കുറിച്ചോ രതീഷ് ചക്രവാണിയെ കുറിച്ചോ ഒരാൾക്ക് ഇത് തന്നെ പറയാൻ പാടില്ലേ? ഗൗതത്തിന് ഇപ്പൊ ഒരു ക്യാമറ തുറന്നു വെച്ചിട്ട് എന്നെ കുറിച്ച് ഇത് പറയാൻ പാടില്ലേ? രതീഷ് ചക്രവാണിക്ക് 10 കോടി രൂപ കൊടുത്ത് ഒരാള് മുസ്ലിം മതത്തിലേക്ക് മാറ്റാൻ വേണ്ടി ആലോചിക്കുന്നു എന്ന് പറയാൻ പാടില്ലേ? അത് പക്ഷെ പറയാൻ പറ്റില്ല. എന്താ കാര്യം അറിയാമോ? രതീഷ് ചക്രവാണി നാളെ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിഫോമേഷൻ കേസിട്ട് നിങ്ങൾ അകത്തായി പോകും. പിന്നെ നിങ്ങൾ കിടന്ന് എന്റെ പുറകെ കിടന്ന് എന്ത് ചെയ്യണം? മൂക്കോട്ട് ഇട്ടാൽ വെക്കണം. അത് പറയാതെ ഈ സമൂഹത്തിലേക്ക് ഭീതി ചെലുത്തുന്ന ഇത്തരം കാര്യങ്ങൾ പറയരുത് എന്നുള്ളതിന് നിയമം ഉണ്ടാക്കണം. പ്രത്യേകിച്ചും അദ്ദേഹം എന്താണ് ഒരു VHP എന്ന് പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ആളാണ്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന് ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ല, ഇതിന് ഏതെങ്കിലും ഫ്രീഡം ഓഫ് സ്പീച്ച് ഭരണഘടന പ്രകാരം എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനം വിജി തമ്പി നടത്തിയിട്ട് നിയമലംഘനം നടത്താൻ പറ്റില്ല. കാരണം ഇത് ഒരു നടി എന്ന് പറഞ്ഞ, അപ്പൊ ഈ 1,900 നടിമാരി ഇന്ത്യയിലുണ്ട്. അപ്പൊ ആദ്യം കേസ് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ എന്താണ് പരിശോധന നടത്തി. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നിയമം മാറ്റേണ്ടതാണ്. കാരണം ഇങ്ങനെയുള്ള അസംബന്ധ ജടിലമായിട്ടുള്ള പ്രസ്താവനകൾ വെറുതെ അങ്ങ് നടത്തരുത്. അല്ല, നിയമപരമായി അതിൽ തെറ്റില്ല. അതിന്റെ സ്വാതന്ത്ര്യമുണ്ട്. നിയമപരമായി തെറ്റില്ല. ഞാനിപ്പോ ആണെങ്കിൽ ഇപ്പൊ ഇവിടെ നിന്ന് പറയാം, ക്രൈം ഓൺലൈനിലുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള കറുത്ത മുടി നീട്ടി വളർത്തിയിട്ടുള്ള ഒരാള് ഇതുപോലെ എന്ത് ചെയ്യുന്നു, ഒരാധാർമികമായ പ്രവർത്തനം നടത്താൻ പോവാണ് എന്നെനിക്ക് പറയാം. നിങ്ങൾക്ക് എനിക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ചെറിയ നിയമപരമായി തെറ്റില്ലെങ്കിലും അത് മര്യാദകേടാണ്. അത്രേ ഉള്ളൂ കാര്യം. അതൊരു മര്യാദകേട്. വിജി തമ്പിയാണ് ഇതിൽ കൂടുതൽ വിശദീകരണങ്ങൾ. ഇത് വാസ്തവമാണെങ്കിൽ താങ്കള് വെറുതെ ഒരു ഭയം ജനിപ്പിക്കുക അല്ല ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വന്നിട്ട് പറയാൻ എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളെന്ന്. കാരണം ജനം അറിയാൻ ആഗ്രഹിക്കുന്നു. ജനം മാത്രമല്ല, ഞാൻ പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന് അദ്ദേഹം നമ്മളോടൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. അദ്ദേഹം ഈ 100 കോടി രൂപയുടെ പ്രത്യേകിച്ചും ഒരു ഇല്ലിസിറ്റ് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലെ ഉത്തരവാദിത്തമുള്ള, ഇത്ര പ്രായമുള്ള, പക്വതയും വിവേകവും ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ശൃംഗാരവേലിനെടുത്തിട്ടുള്ള അദ്ദേഹം ശൃംഗാരമൊക്കെ വെടിഞ്ഞ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഗവൺമെന്റിന് എന്ത് ചെയ്യേണ്ടതാണ്? ഈ വിവരം അറിയിക്കേണ്ടതാണ്. അത് ഇവിടുത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും അതുപോലെ തന്നെ ഇൻകം ടാക്സിനെയും മറ്റാളുകളെയും അദ്ദേഹം വിവരം അറിയിക്കേണ്ടതാണ്. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ അദ്ദേഹം അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും ഒരു ഇമെയിൽ എങ്കിലും അയക്കേണ്ടതാണ്.